ഹിജാബ് വിവാദം കൊണ്ടുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. Anyway, we have to get the response of the parents. എന്തൊക്കെയായിരുന്നു ക്രിസ്ത്യൻ സ്കൂളുകളുടെ വിദ്യാഭ്യാസ നിലവാരം, കോൺവെന്റ് സ്കൂളുകളിലെ ഇംഗ്ലീഷ്, കന്യാസ്ത്രീകൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിലെ അച്ചടക്കം. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ആയിക്കോട്ടെ. മതഭീകരവാദികൾ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്റെ കുട്ടിക്ക് കാവ്യം എടുത്തിട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി പോണെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഏതെങ്കിലും സ്കൂൾ സമ്മതിക്കോ? തരികിടയാണല്ലേ. അല്ല, അപ്പൊ കാവി കോണകം വേണ്ട, അത് സൂര്യേട്ടൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു. നിങ്ങളുടെ വേഷാണ് കാവി കോണകം, മുള, വടി, ട്രൗസർ. അത് സ്കൂളിലേക്ക് ഇട്ട ആരും സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ലേ. എന്ത് പറ്റിയടാ? അത് സംഘികളുടെ വേഷമല്ലേ നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ? സംഘി വേറെ, ഹിന്ദു വേറെ. ഞാൻ ഹിന്ദു, നിങ്ങൾ സംഘി. ഈ ശാഖയിൽ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ഒരിക്കലും ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട്, അവരാണ് RSS. ഇക്കാര്യത്തിലൊക്കെ ആദ്യം ഒരു തീരുമാനം എടുക്കണം. എന്നിട്ട് മതി സ്കൂളിലേക്ക് കാവിക്കോണകവും ചുറ്റി മുളവടിയും ചുറ്റി ഇറങ്ങുന്നതൊക്കെ. സെന്റ് സ്കൂളിൽ തട്ടവിട്ട് പ്രശ്നം ഉണ്ടായത് കുട്ടിയാണ്, 14-15 വയസ്സേ ഉള്ളൂ. അപ്പോ അവളാണ് 4 മാസം അന്തസ്സായി സ്കൂളിൽ വന്നിട്ട് 4-ാം മാസം മനം പുരട്ടലുണ്ടായത്. അതെ, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. എന്താ പേര്? കെന്നഡി കരിമ്പിൻ കാള, കരിമ്പിൻ ചണ്ടി. ഞങ്ങൾ കഴിച്ചത് പോർക്കാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വലത് കൈയും ഇടത് കാലും പിറ്റേന്ന് കാണില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.